ನಂಬರ್ ಒನ್ ಕ್ವಾಲಿಟಿ. ಇದು ಬ್ಲಾಕ್ ಸ್ಮಾಲ್ ಸ್ಮಾಲ್ ಸಿಗರೆಟ್. ಇದು ನಂಬರ್ ಒನ್ ಕ್ವಾಲಿಟಿ ಕಿಂಗ್ ಲೈಟ್ಸ್. ಕಿಂಗ್ ಲೈಟ್ಸ್ ಕಿಂಗ್ ಸೈಜ್ ಅಲ್ಲ, ಕಿಂಗ್ ಲೈಟ್ಸ್ ഉപയോഗിക്കുന്നത്. അതൊരു ചെക്ക് പോസ്റ്റാണ്. ഇവിടെ ക്ലോസ് ചെയ്യും. എന്താ വ്യൂ അടിപൊളിയാട്ടാ ഇവിടുന്ന്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് 2-3 ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലോസ് ചെയ്യും തോന്നുന്നുണ്ട്, വൈകുന്നേരം 6 മണി ആയി കഴിഞ്ഞാൽ. ഹലോ ഹായ്, ഇന്ന് നമ്മൾ മൈസൂർ ഡിസ്ട്രിക്റ്റിലുള്ള HD കോട്ട താലൂക്കപ്പെട്ടിട്ടുള്ള സർഗൂർ നൂഗൂർ വനമേഖലയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മളൊരു ഉൾഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ ഒരു മഞ്ഞൾപ്പാടം, മഞ്ഞൾ കൃഷിയൊക്കെ കണ്ട് അവിടെ മടങ്ങുന്ന വഴിയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് സർഗൂർ മെയിൻ റോഡിലേക്ക് കടന്ന് നൂഗൂർ ഫോറസ്റ്റ് വഴി പോകുന്ന റോഡിലേക്ക് കടന്ന് പോകാനാണ് ഇന്നത്തെ പ്ലാന്. അതായത് ആ റോഡ് ഫോറസ്റ്റിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. രാത്രി യാത്രാ നിയന്ത്രണമൊക്കെ ഉള്ളൊരു ഫോറസ്റ്റ് മേഖലയാണ്. അപ്പോൾ അത് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളുടെ യാത്ര. ആദ്യമായിട്ട് നമ്മൾ പോകുന്നൊരു റൂട്ടാണിത്. നമ്മളപ്പം മെയിൻ റോഡിലേക്ക് കടന്നു. അപ്പം നമ്മുടെ മുമ്പിൽ കാണാം ഒരു മലയല്ല, അത് ശരിക്കും ഡാമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നുഗു ഡാമിൻ്റെ ഏരിയ ആണ്. നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നുഗു ഡാമിൻ്റെ എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫോറസ്റ്റ് റോഡൊക്കെ നമ്മൾ പോകണം. അപ്പോൾ ആ ഒരു ത്രില്ല് നോക്കാം എന്താന്ന്. അതിൽ കൂടെ പോകാം. ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ കൃഷി ഒരുപാടുണ്ട് കേട്ടോ. ഈ കവുങ്ങൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോഴത്തേക്ക് കളച്ചിട്ടിരിക്കുന്നു. അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. ചെറുതായിട്ട് ഹൈറ്റിലേക്കാണ് പോകുന്നത്. കാടും തുടങ്ങി. പക്ഷെ ഇവിടെ ഈ സീസൺ ആയതുകൊണ്ടായിരിക്കും, മഞ്ഞ് സീസൺ ആയതുകൊണ്ടായിരിക്കും ഇപ്പം കരിഞ്ഞായിരിക്കുന്നത്. അടിപൊളി ലൊക്കേഷനാണ്. വണ്ടി അങ്ങ് വലിക്കാത്ത 2 ബസ് ഒരുമിച്ച് വരും. ലൈറ്റിട്ട് കാണിക്കുന്നു. കയറ്റത്ത് ഓവർടേക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നുഗു ഡാം സൈറ്റിലേക്കാണ് എത്തുന്നത്. ഇനി ഒരു ഇറക്കം. നമ്മളിവിടെ ഒന്ന് സൈഡാക്കുന്നു. നുഗു ഡാം. ഇതാണോ ഡാം? അതാ ഇവിടെ ഡാം. 2 ഷട്ടറുള്ള ഡാം. 2 ഷട്ടറുള്ള ഡാം. നമ്മുടെ ഡാമിൻ്റെ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. കുരങ്ങിൻ്റെ ശല്യം രൂക്ഷമാണെന്ന് തോന്നുന്നു. ലോറി കയറി എന്തൊക്കെ എടുക്കുന്നത് കുരങ്ങ്. അത് ശ്രദ്ധിക്കണം. ഇവിടെ ബ്രിഡ്ജ്, ഇവിടെ ഡാമിൻ്റെ ഭാഗമാണ്. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ചായക്കടയുണ്ട്. ചായ വെള്ളം എന്തെങ്കിലും കുടിക്കാം. ചായ വെള്ളം വേണ്ടിയിട്ടല്ല, ഇവിടെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, പുറത്തേക്കുണ്ടാവുമോ ബ്രിഡ്ജ്? ഇതാണ് ഗുഡ് ഡാം. ഇനി ഫോറസ്റ്റ് ആണ്. അങ്ങോട്ട് പോയി ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് 6 മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ്. വൈകുന്നേരം ക്ലോസ് ചെയ്യും, രാവിലെ ഓപ്പൺ ചെയ്യും. അങ്ങനത്തെ ഒരു അവിടെ ചായ എന്തെങ്കിലും കുടിക്കാൻ പറ്റുമോ നോക്കാം. കുടിക്കാണ്ടോ നോക്കാം. പറ്റും. ചെറിയ ചായക്കാളും ചേച്ചിയും.
നമ്മളവിടുന്ന് ഇറങ്ങി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് അടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് നുഗു ഫോറസ്റ്റ് ആണ്. നുഗു ഡാമിൻ്റെ സൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഇനി പോകുന്ന റൂട്ടിൽ ഒരു ഫോറസ്റ്റ് റൂട്ടാണ്, അത് നുഗു ഫോറസ്റ്റ് എന്നാണ്. അതിപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, അവിടെ എന്തെങ്കിലും സീനുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മൾ ചിലപ്പോൾ ക്യാമറയൊക്കെ വെച്ച് പോകുമ്പോഴേ എന്തെങ്കിലും. ഇത് ആൾട്ടർനേറ്റീവ് റൂട്ടാ. ഇവിടെ ഒരു ആൾട്ടർനേറ്റീവ് റൂട്ട് ഉണ്ട്, ഒരു വില്ലേജിൽ കൂടെ പോകുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആയിക്കൂടെ പോയൊരു വില്ലേജ് കൂടെ പോയി അപ്പുറത്ത് കിടന്ന് അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അത് വലിയ പരിചയം ഉണ്ടാവില്ല, ബട്ട് ലോക്കൽസിനൊക്കെ പോകാൻ അത് ഏറ്റവും കൂടുതൽ ഉപകരിക്കും. പിന്നെ ഇവിടെ ആനിമൽസ് സ്പോട്ടിങ് നന്നായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. കാരണം പൊതുവെ ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങൾ തന്നെ അത്ര വലിയൊരു ജനസാന്ദ്രത ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഒരുപാട് ദൂരം കാട്, പിന്നെ ആയിരിക്കും. ഇത് ഡാം സൈറ്റിൻ്റെ ഒരു അതായത് ഈ ഗേറ്റ് ക്ലോസ് ചെയ്യും രാത്രി കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. വെയിലൂടെ കാണാൻ നമ്മൾ പോകുന്നത് ഡാമിൻ്റെ ഭാഗം ഇതെവിടെ കാണാം. ഡാമിൻ്റെ റിസർവോയർ കാണുന്ന ഈ ഭാഗത്ത്. ഓക്കെ, ഡാം റിസർവോയർ കൊണ്ട് ഒട്ടിയാണ് ഈ ഫോറസ്റ്റ് ഉള്ളത്. അപ്പോഴത്തേക്കൊക്കെ മലനിരകളാണ്. നുഗു ഡാം റിസർവോയർ. ഇനി നമ്മൾ പോകുന്നത് നുഗു ഫോറസ്റ്റ്. റോഡ് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലൂടെയൊക്കെ വണ്ടി കുറവാണ്, അത്ര വലിയൊരു റൂട്ടല്ല. മെയിൻ സ്ഥലങ്ങൾ കണക്ട് ചെയ്യുന്ന റൂട്ടാണ്. ഇതാണ് ക്ലോസ് ചെയ്യും, ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത് തോന്നുന്നു അല്ലേ? 2-3 സ്ഥലത്ത് ക്ലോസ് ചെയ്യുമോ? ഇതൊരു ചെക്ക് പോസ്റ്റാണ്, ഇവിടെ ക്ലോസ് ചെയ്യും. എന്താ വ്യൂ അടിപൊളിയാട്ടാ ഇവിടുന്ന്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് 2-3 ചെക്ക് പോസ്റ്റ് ഉണ്ട് അത്ര. അത് ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലോസ് ചെയ്യും തോന്നുന്നുണ്ട്. വൈകുന്നേരം 6 മണി ആയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അത് CCTV സർവൈലൻസ് ആയിരിക്കും ഫുള്ളായിട്ട് എല്ലാ സ്ഥലത്തും. അത് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് എക്സിറ്റ് ആകുന്ന സമയത്ത് അവരവിടെ മോണിറ്റർ ചെയ്ത് നമ്മൾ പിടിക്കും. അപ്പം പിന്നെ ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വീഡിയോഗ്രാഫി അലൗഡ് ആണോ എന്നുള്ളത് അലൗഡ് ആവാൻ സാധ്യതയില്ല. എന്തായാലും റിസർവ് ഫോറസ്റ്റ് ആണെങ്കിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മിഷൻ ഉണ്ടാവും അറിയില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് വേറെ ഉള്ള സ്ഥലത്തേക്കൊന്നും പോകുന്നില്ലല്ലോ, നമ്മൾ റോഡിലൂടെ ട്രാവൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്താ വഴി തെറ്റി വന്നോ? തിരിക്കുന്നു വണ്ടി. കർണാടക രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. നല്ല വനാട്ടോ അത്. ട്രാക്ടർ പോകുന്നുണ്ടോ ട്രെയിലറും വെച്ച്. ആനിമൽസൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന സ്ഥലമായിരിക്കും, അതാണ് വൈകുന്നേര സമയത്ത് ഇവിടെ അലൗഡ് ചെയ്യാത്ത. അതിൻ്റെ പിന്നെ ഡാം സൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സെക്യൂർഡ് ഏരിയ ആയിരിക്കും, ഒരു ഹൈ സെക്യൂരിറ്റി ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടുമായിരിക്കാം പൊതുവെ ഈ ഒരു സാധാരണ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ ഈ തലയ്ക്ക് ആ തലയ്ക്ക് ഓരോരോ ഗേറ്റ് ഉണ്ടാവും, അതാണ് സമയത്തിന് ക്ലോസ് ചെയ്യുക. പക്ഷേ ഈ ഫോറസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റ്, ഇപ്പോൾ തന്നെ നമ്മൾ 2 ഗേറ്റ് കടന്നു. ഇനിയുണ്ട് അത്ര അതിൻ്റെ അകത്ത് ഗേറ്റുകൾ. പിന്നെ ആനിമൽസ് സ്പോട്ടിങ് ഉണ്ടാവും, കാരണം ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് സാധ്യത കുറവാണ്. അതേസമയത്ത് ഈവനിങ് സമയമാണെങ്കിൽ ഇവിടെ റിസർവോയർ വെള്ളമുള്ളതുകൊണ്ട് ആനിമൽസ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആനിമൽസ് സ്പോട്ടിങ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ സാധാരണ നമ്മളെ റിസർവ് ഫോറസ്റ്റ് ഏരിയകളിലുള്ള റോഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു വാർണിംഗ് ബോർഡുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങനത്തെ ഒരു സൈൻ ബോർഡോ വാർണിംഗ് ബോർഡോ അങ്ങനെ ഒന്നും കാണുന്നില്ല. ആനിമൽസ് ക്രോസിങ്ങിൻ്റെ ഏരിയ ആണ്, അല്ലെങ്കിൽ ആനിമൽസ് ബിവോർ ഓഫ് വൈൽഡ് ആനിമൽസ് എന്നൊക്കെ പറഞ്ഞ ഓരോ സൈൻ ബോർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ബോർഡുകളോ വേറെ ഈ ആനിൻ്റെയും കരടിൻ്റെയും പുലിൻ്റെയൊക്കെ പടങ്ങൾ വരച്ചിരിക്കുന്ന അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ഇലക്ട്രിക് ലൈൻ പോസ്റ്റ് മാത്രം സൈഡിലൂടെ പോകുന്നുണ്ട്. ഇതിലൂടെ ഈ സർഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും അതിൻ്റെ ഇപ്പുറത്തേക്കുള്ള ഗ്രാമത്തേക്കും ആക്സസ് ചെയ്യുന്നത് ഈ റോഡ് വഴിയാണ്. അവിടെ ലോക്കൽസ് ആൾക്കാരെ കയ്യിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നല്ല മലയാണ്. ഇതിൻ്റെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഉണ്ടോ? ഗേറ്റൊക്കെ ക്ലോസ് ചെയ്യും 6 മണി കഴിഞ്ഞാൽ.
അതീവ സുരക്ഷയിലൂടെയാണ് ഇവിടെ നിയന്ത്രണമാണ്, കടുത്ത നിയന്ത്രണം. നമ്മളെ ഫോറസ്റ്റിലുള്ള കുറച്ച് ദൂരം വന്നപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും സൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഈ വനത്തിൻ്റെ അകത്തേക്ക് തന്നെ കയറി വരുന്ന ചെറിയൊരു ഗ്രാമമുണ്ട്, രണ്ട് സൈഡും കുറച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ആ റിസർവർ ഈ വഴിക്കൊക്കെ ഉണ്ട് കേട്ടോ, അത് അത്രയും ദൂരം ഉണ്ട്. ഇനിയും ഈ ഫോറസ്റ്റിൻ്റെ ഏരിയ കുറച്ചും കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫോറസ്റ്റിലേക്ക് കടന്ന്, അങ്ങനെ ഫോറസ്റ്റ് എൻ്റെ രണ്ട് ഭാഗത്തിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഇതിവിടെ. ഇവിടെ കുറച്ച് വീടുകളും കൃഷിയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ താമസിക്കുന്നു. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക്, അതുകൊണ്ട് ഈ ഭാഗത്ത് കുറച്ച് നല്ല റോഡും ഉണ്ട്. നമ്മളവിടെ ചെക്ക് പോസ്റ്റ് സെൻട്രാകുന്ന ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾട്ടർനേറ്റീവ് റൂട്ട് ഉണ്ടെന്ന്. അപ്പോൾ ആ റൂട്ടിലൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഒന്ന് ചാടാൻ പറ്റും, ഇവിടെ ഒന്ന് ചാടാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ ഒരു ജനവാസ കേന്ദ്രം ആയതുകൊണ്ട് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇളവൊക്കെ ഉണ്ടാവുമായിരിക്കാം. കാരണം ഇത്രയും ജനങ്ങളോട് താമസിക്കുന്ന സമയത്ത് അവരെ വൈകുന്നേരം 6 മണിക്ക് ശേഷം അവിടെ പൂട്ടിയിടാൻ പറ്റുമോ എന്നൊരു പ്രശ്നമുണ്ട്. ഗേറ്റ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ, അവിടെ ഒരു മുന്നിലൊരു ഗേറ്റ് കാണാം. അത് ഫോറസ്റ്റിൻ്റെ ബന്ധപ്പെട്ട ഓഫീസുകളും മറ്റൊക്കെയാണ്. വീണ്ടും നമ്മൾ ഇവിടുന്ന് എൻ്റർ ആവാൻ പോവാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുമ്പിൻ്റെ വേലി ഉണ്ടാവും, എന്താ അവിടെ കാണുന്നുണ്ടോ? അതിനകത്തേക്ക് ഇവിടെ ആനിമൽസ് പുറത്തേക്ക് വരാതിരിക്കാനൊക്കെ സ്ട്രോങ് ആയിട്ട് തന്നെ പണിയെടുത്തതാണ്. ഇങ്ങനെ ഒരു വേലിയും കെട്ടും, അതിൻ്റെ അപ്പുറത്ത് ട്രെഞ്ചും ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ അധിക സ്ഥലങ്ങളിലും ഈ ഗ്രാമങ്ങളും ഫോറസ്റ്റും തമ്മിൽ വേർതിരിക്കുന്നത്. അതായത് മൃഗങ്ങൾ ഗ്രാമങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേർതിരിക്കുന്നത് അങ്ങനെയാണ്. റോഡ് ഭയങ്കര മോശമായിട്ട് അവിടെ അങ്ങോട്ട്. ഇതേ ഒരു കർണാടക സാരിഗെ ബസ് വരുന്നുണ്ട്. സർഗൂർ ആയിരിക്കും, അല്ലെങ്കിൽ HD കോട്ടയായിരിക്കും. എല്ലാ ബോർഡും കന്നഡത്തിലാണ്, വായിക്കാൻ പറ്റില്ല. സൈഡിലേക്കൊക്കെ ഗ്രാമത്തിൻ്റെ കൃഷി സ്ഥലങ്ങൾ കുറച്ചും കയറി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ തീ ഇട്ടിട്ടുണ്ടല്ലോ, ഫോറസ്റ്റ് ഇട്ടതായിരിക്കും. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ജമീൻ, ഈ ഭാഗത്തേക്ക് ഫോറസ്റ്റ്. ഈ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് ഭാഗം ഫോറസ്റ്റ് ആവും. ഗൈസ്, നമ്മളങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ഇപ്പുറത്തൊരു പുകയില ഉണക്കുന്ന ഒരു സാധനം നമുക്ക് അവിടെ നിന്ന് മിസ്സായത്. ഈ ഗ്രാമത്തിൽ എത്തിയപ്പോൾ ഒരു പുകയില ഉണക്കുന്ന ഇത് കണ്ടു. എവിടെയാ ഭാഗത്താണ്ട? ഇവിടെ റൈറ്റ്. അവിടെ ഇതില്ല. ഓക്കെ ഓക്കെ, അതാ അവിടെ ഇല ഉണക്കാട്ടിരിക്കുന്നു, അതൊന്ന് കാണാം നമുക്ക്. നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ വന്ന കുറേ ദൂരം നമ്മൾ വന്നിട്ട് വനയൊക്കെ കടന്ന് പുറത്ത് വന്നിട്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലെത്തി നമ്മൾ നോക്കി വരുമായിരുന്നു. വരുന്ന വഴിക്ക് ഒരുപാട് ഈ പുകയിലൻ്റെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, പാടങ്ങൾ. പുകയില ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളപ്പോഴിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഈ ഭാഗത്ത് കൂടുതലായിട്ട് പുകയില കൃഷിയുണ്ട്, അപ്പം ഇവിടെ അതിൻ്റെ അത് വാട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നോക്കിയിട്ടേ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പേരൊന്നും നമുക്കറിയില്ല, പക്ഷെ അപ്പുറത്തൊക്കെ ഒരുപാട് ഇതുപോലത്തെ പുകയില ഉണക്കുന്ന ഈ ചൂള ഉള്ള സ്ഥലങ്ങൾ കണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം, നിങ്ങളെ ഒന്ന് കാണിക്കാം, അതിന് വേണ്ടി വന്നതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ബീരദേവനപുര എന്നാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ ഒരുപാട് കൃഷി ചെയ്യുന്ന പാടങ്ങൾ കൂടുതലുണ്ട്. ഇവിടുത്തെ ആൾക്കാർ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്, അതിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുപോലെ കാളവണ്ടികളുണ്ടാവും, ഇതിലാണ് അവർ സംഭവം കാള വെച്ച് കെട്ടിട്ട് ഈ ഇലയൊക്കെ അവിടുന്ന് പറിച്ചിട്ട് കൊണ്ടുവരുന്നത്. അതൊക്കെ സ്ത്രീകളൊക്കെ ആയിരിക്കും കൂടുതൽ അതിൻ്റെ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചൂളകൾ ഒരുക്കിയിട്ടുണ്ടാവും. ഇതിലാണ് ഇത് കത്തിക്കുന്നത്. ഒരു 4 ദിവസത്തേക്ക് ഒരിക്കൽ കത്തിച്ച് കഴിഞ്ഞാൽ 4 ദിവസം അതിൻ്റെ ചൂടിൽ കിടക്കും. അതിൻ്റെ ബാക്കിയുള്ള ഉള്ളിലുണ്ടെന്നുള്ളത് നമുക്ക് കാണാം.
ഇപ്പോൾ നമ്മൾ ഇവിടെ സാധാരണ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ സിഗരറ്റിൻ്റെ കാര്യം ഇപ്പോൾ പല റേറ്റിൻ്റെ സിഗരറ്റുകൾ ഉണ്ടാവും. അപ്പോൾ വില കൂടിയത് കുറഞ്ഞത് ഒക്കെ ഈ ഇലൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. ഏറ്റവും കൂടുതൽ നല്ല ഇലകൾ ഉപയോഗിച്ചുള്ളത് മുന്തിയ സിഗരറ്റുകൾ, അതുപോലെ തന്നെ കുറച്ച് കുറഞ്ഞ റേറ്റിന് നമുക്ക് മാർക്കറ്റ് ലെവലിലായിട്ടുള്ള സിഗരറ്റുകൾ ഇങ്ങനെ ഉണ്ട്. പിന്നെ അത് കൂടാതെ വേറെ പുകയില ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ പാൻ മസാലകളിലും മറ്റും പാൻ മസാലകളൊക്കെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം. അപ്പോൾ ഇതിൻ്റെ ചൂള ഇതാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഈ ചെങ്കൽ ചൂള പോലെ കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതാണ് ചൂള. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകിൽ കണ്ടു ആ ഒരു തീയിടുന്ന സ്ഥലം. തീയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് അതിൻ്റെ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന കമ്പുണ്ടല്ലോ, ഈ കമ്പ് കണ്ടല്ലോ, ഈ കമ്പ് നീളത്തിന് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് കയറിൽ ഇലകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ തൂക്കിയിട്ടിരിക്കുന്ന ഇലകൾ ഹീറ്റായിട്ട് അങ്ങനെ വാടി പഴുത്ത് അങ്ങനെ നിൽക്കും. ഇടയ്ക്കൊന്ന് കയറി ഇവർ തിരിച്ചു മറിച്ചൊക്കെ വെക്കും. അപ്പോൾ ഇതിൻ്റെ ഈ റൂമിൻ്റെ അകത്ത് ഭയങ്കര ഹീറ്റായിരിക്കും. മൊത്തം മണ്ണ് കട്ട കെട്ടിക്കണം. ഇതിൻ്റെ മുകളത്തെ ഒക്കെ ഇല ഊഹിക്കുന്നത് കണ്ടില്ലേ, അതുകൊണ്ടില്ലേ ഒക്കെ ഈ പുകയിലയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് കാണാം. ഇപ്പോൾ ഇത് തീയിട്ടിട്ടില്ല, എന്ന് വൈകുന്നേരം തീയിടുന്നുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം പിന്നെ തീയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് അങ്ങനെ കയറാൻ കഴിയില്ല. ഇവിടെ പൈപ്പ് ഉണ്ട്, അതിനകത്ത് കയറി നോക്കാം. ഇപ്പോൾ കാണുന്നുണ്ടില്ലേ, ഇതാണ് ഇല ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. മുകൾക്കൊക്കെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഈ തടി വെച്ചിട്ട് ഇങ്ങനെ ക്രോസിന് ഇപ്പം മറ്റൊക്കെ വെച്ചിട്ട് അതിൽ ഈ വടി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തുനിന്നുണ്ടല്ലേ അടുപ്പിൻ്റെ ഭാഗം തീയിടുന്നത്, അത് ഈ സൈഡാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഹീറ്റ് വരുന്നത്. അത് മണ്ണിട്ട് ഇതുവരെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മെറ്റാലിക് പൈപ്പാണ്, വലിയ ഹോസ്. അപ്പോൾ ഇതിങ്ങനെ ഹീറ്റാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടും. ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഈ ഇലകൾക്ക് വാട്ടം സംഭവിക്കും. പിന്നെ ഇവർ ഇടയ്ക്കൊന്ന് കയറിയിട്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യും. കൂടുതൽ ഹീറ്റ് തട്ടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഹീറ്റ് തട്ടിക്കുന്ന ഭാഗങ്ങളിലേക്ക് അങ്ങനെ വെച്ച് അങ്ങനെ ഒരു 4 ദിവസം ഇത് ഹീറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ഈ ഇലകളൊക്കെ വാടി പുകയിലയായി ഇതായിട്ട് മാറും. നമുക്ക് അതിൻ്റെ പരുവത്തിനാവും. സിഗരറ്റിനൊക്കെ ബീഡിക്കൊക്കെ നിറയ്ക്കുന്ന രീതിയിൽ ആയി മാറും. ഇവിടെ കുറെ പണിക്കാരൊക്കെ ഉണ്ട്. ഇതിന്റെ പണിക്കാര് ലഞ്ച് ടൈമാന്ന് തോന്നുന്നു, ഭക്ഷണം കഴിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. നമസ്കാരം. ನಂಬರ್ ಒನ್ ಕ್ವಾಲಿಟಿ. ಇದು ಬ್ಲಾಕ್ ಸ್ಮಾಲ್ ಸಿಗರೆಟ್. ಇದು ನಂಬರ್ ಒನ್ ಕ್ವಾಲಿಟಿ ಕಿಂಗ್ ಲೈಟ್ಸ್. ಕಿಂಗ್ ಸೈಜ್ ಅಲ್ಲ, ಕಿಂಗ್ ಲೈಟ್ಸ್ ഉപയോഗിക്കുന്നത്. അങ്ങനെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. നല്ല ക്വാളിറ്റി, 4 ക്വാളിറ്റി ഉണ്ട്. ഇതാണ് അപ്പൊ നമ്മള് പുകയില. ഇത് ഫസ്റ്റ് ക്വാളിറ്റി അതായത് നമ്മുടെ സിഗരറ്റ് ഗോൾഡ് ഫ്ലാഗ് കിങ്സ് അല്ലെ, കിങ്സ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഇല ഇതാണ്. അപ്പൊ അങ്ങനെ ഓരോ ക്വാളിറ്റി ഉണ്ട്. അതൊരു ഇവിടെ ഇതിന്റെ അകത്ത് ഇത് കത്തിക്കുന്നത്, ഇത് ഫയർ ഉണ്ട്. സാധനം ഉള്ളിലല്ലേ വെക്കുക. ഓക്കെ, 4 days 4 ദിവസം കടന്നു പാടും ചൂടില്. ആവി കൊണ്ട് പാടും. ഓക്കെ, കരിയാൻ പാടില്ല. അതാണ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വേസ്റ്റ് ആവും. ഫുൾ ബ്ലാക്ക് हो गया. गुड आइटम्स, गुड का फुल विमल फुल ब्लैक पान അതിലൊക്കെ മിക്സ് ചെയ്യുന്നത്. ഇതിന്റെ പൊടികളൊക്കെ കറുത്തു പോയി കഴിഞ്ഞാൽ, കുറച്ച് കറുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ന് വർക്കിംഗ് ഇല്ല. ഇടുണ്ടോ? നൈറ്റ് രാത്രി ഇടുള്ളൂ അല്ലേ? രാത്രി ഉള്ളത് ഫയർ ഇടുക. അത് രാത്രി വന്ന് കാണേണ്ടി വരും. ഓക്കെ, സെക്കൻഡ് ക്വാളിറ്റി ഇതാണ്. സെക്കൻഡ് ക്വാളിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയ വീഡി അല്ലെങ്കിൽ ലോക്കൽ സിഗരറ്റുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ ഭംഗിയുള്ളത്, ഈ കാണുന്നതാണല്ലോ, ഈ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ളത്, ഇത് ലൈറ്റ്സ്, കിങ്, അതിനൊക്കെ ആ ഒരു സിഗരറ്റിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ പയ്യനുണ്ടല്ലോ, അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. എന്തായാലും ഇങ്ങനെ 4 ക്വാളിറ്റിയിലാണ് പുകയില വിപണിയിൽ ലഭിക്കുന്നത്. ഇതിന്റെ പുറകിലൊന്നും നമുക്ക് കാണാം. ഇവിടെയാണ് കത്തിക്കുന്ന സ്ഥലം. ഓക്കെ, ഇത് വിറകിട്ടാണ് കത്തിക്കുന്നത്. ഈ വിറകുണ്ട്, ഇതിട്ട് കത്തിക്കും. അപ്പൊ അതിന്റെ ഹീറ്റ് ഉള്ളിൽ കൂടെ നമ്മൾ കണ്ട പൈപ്പിലെല്ലാം പാസ്സാവും.
പിന്നെ ഇതിന്റെ ഈ ചൂളൊക്കെ ഒരു അപ്സ്റ്റെയർ ഉണ്ട്, മേളിലും ഒരു ലെയർ ഇട്ടിട്ടുണ്ട്, അതിന് മേളിലേക്കും സപ്ലൈ ഉണ്ട് പൈപ്പ്. പിന്നെ അത് എടുത്തു കഴിഞ്ഞാലുള്ള ഇല വാട്ടി കഴിഞ്ഞാലുള്ള ഇല എങ്ങനെ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വന്നിട്ട് വാട്ടി കഴിഞ്ഞ ഇലയാണ്. ഓക്കെ, ഇതിന് ക്വാളിറ്റിക്ക് അനുസരിച്ച് തരം തിരിച്ചിട്ട് എ ഗ്രേഡ് ബി ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് തരം തിരിച്ചിട്ട് ഇവര് ഇവിടുന്ന് പരിസരം HD കോട്ടയിലേക്കാണ് അവിടെ കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഇതിന്റെ ചന്തയൊക്കെ ഉള്ളത്. അങ്ങോട്ട് കൊണ്ടുപോകും. അവിടുന്ന് പിന്നെ അത് പോകും. ഈ ഇതെല്ലാം വന്നിട്ട് വാട്ടി കഴിഞ്ഞ ഇലകളാണ്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് തീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് കയറി നോക്കാൻ കഴിയില്ല. കാരണം അത് ഒന്നാമത് പുകയിലാണ്, അതിന്റെ ആ ഒരു ഇതായിട്ട് ഉള്ളിൽ തിങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് കയറിയിട്ട് ഒരു 3-4 മിനിറ്റ് അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ കറങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഹീറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ടുണ്ട്. അപ്പൊ ഇടയ്ക്കൊന്ന് ഇവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നിട്ട് ഇതിൽ കൂടെ നോക്കാം. അവർക്ക് നോക്കി കഴിഞ്ഞാൽ അയാളിന്റെ കണ്ടീഷൻ എന്താണ് എന്നൊക്കെ അവർക്ക് ഇതിൽ മനസ്സിലാവും. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയും പിന്നെ അപ്പുറത്തെ സൈഡും ഒരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ചെക്ക് ചെയ്യും. ആ പരുവായി കഴിഞ്ഞാൽ പിന്നെ അവരതിൻ്റെ അകത്ത് കയറിയാണ്ട് തീയോ കണക്ഷന് ശേഷം ഒക്കെ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് കൊടുന്ന് വെക്കും. പിന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇപ്പൊ ഈ ചൂളന്റെ ഒരു ഇവിടുത്തെ പ്രോസസ്സിങ്. നമ്മളവിടുന്ന് വന്ന് കുറച്ച് ഗ്രാമങ്ങളൊക്കെ പിന്നിട്ട് ഇപ്പം അടുത്ത ഒരു നാഷണൽ പാർക്കിൻ്റെ അകത്തേക്ക് കിടക്കാൻ പോവാണ്. നാഷണൽ പാർക്ക് ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കിടക്കാൻ പോവാണ്. അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഇവിടെ ചെക്ക് പോസ്റ്റ് കിട്ടുന്നില്ല. ഇവിടെ ഒരു ബോർഡ് മാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതിൻ്റെ അകത്തേക്ക് എങ്ങനെ ഉണ്ടാകുന്നുള്ളത് അറിയാം. ഓക്കെ, നമുക്ക് കാടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ടല്ല. പക്ഷെ ഇത് നേരെ ബന്ദിപ്പൂർ ഫോറസ്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അവിടെ തന്നെ ഇവിടുത്തെ കൃഷിയിടങ്ങളിലൊക്കെ ധാരാളം കടുവ, കാട്ടാന, മാൻകൂട്ടങ്ങൾ ഒക്കെ വരുന്നത് ഈ വഴിക്കാണ്. പക്ഷെ ഇവിടെ ഈ റോഡിനോട് അടുപ്പിച്ചൊരു ചെറിയ ട്രെഞ്ചും ഉണ്ട്. അതുപോലെ തന്നെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതൊരു നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ് ആണ് എന്നാണ് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ വേറെയുള്ള കുറേ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ കാണുന്നില്ല. കുരങ്ങന്മാരൊക്കെ കുറേ ഉണ്ട് റോഡിൽ. ഇവിടെ കുരങ്ങന്മാർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഉണ്ടല്ലോ റോട്ടില്. നിൽക്കുന്നുണ്ടോ? കുഞ്ഞിനൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഓ, ചെറിയ കുഞ്ഞ്. അയ്യോ, ഇപ്പൊ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് അതിന്. പക്ഷെ ഇവിടെയൊക്കെ ഈ മരങ്ങൾ പ്ലാന്റേഷൻ ചെയ്തതായിരിക്കാനാണ് സാധ്യത. ഇത് യൂക്കാലിപ്റ്റസ് ആണോ വെൺതേക്കാണോ എന്നറിയില്ല. ഏകദേശം അതേപോലെ ഇരിക്കുന്നു. ഒരു മരമാണ് കൂടുതലായിട്ട് പോകുന്നത്. ഇതുവരെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഒരേ ലൊക്കേഷൻ തന്നെയാണ്. ഇതിനു മുമ്പ് കണ്ട സൈഡിലൊക്കെ ഫോറസ്റ്റുകാർ ഈ ഒരു അകലം വരെ ട്രെഞ്ച് വരെ തീയിട്ടിരിക്കുന്നു. കാടൊക്കെ കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. മായ ക്രോസ് ചെയ്യുന്നതിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. കാടൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കൃഷിയിടങ്ങളിലേക്ക് കടന്നു. ഒരു സൈഡിലേക്ക് മലയാണ്, അതായത് വലതുഭാഗത്തേക്ക്. ഈ സൈഡിലേക്ക് കുറെ ഗ്രാമപ്രദേശങ്ങൾ കാണാം. അങ്ങനെ അങ്ങ് നീണ്ടു പരന്ന് കിടക്കുന്നു. കാർഷിക മേഖലയാണ്. തൊട്ട് മുമ്പ് ചെറിയൊരു വില്ലേജ് ഉണ്ട്, ചെറിയൊരു ഗ്രാമപ്രദേശമുണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ എത്തി. കാരണം മോൾ കൂടെ ഇങ്ങനെ കാണാം. ഒരുപാട് ഓടും കഴിഞ്ഞ വീടുകൾ ഇങ്ങനെ മേൽക്കൂരകൾ മാത്രം ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മലേന്റെ അടിവാരത്ത് ചെറിയൊരു വില്ലേജ്. സ്ഥലത്തിന്റെ പേര് നോക്കണമെങ്കിൽ ഇറങ്ങി ചോദിക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ നോക്കണം. രണ്ടിനും ഇപ്പം നമുക്ക് സമയമില്ല.
Okay. This is a village. നമ്മൾ അവിടുന്ന് വന്ന് ഇതേ ഗുണ്ടൽപേട്ട് മൈസൂരു ഹൈവേയിൽ വന്ന് കയറി. ഇത് ബേഗൂരു ടൗൺ ആണ് നമ്മള്. അവിടുന്ന് കുറെ ദൂരം നമ്മൾ ഓടി ഗ്രാമപ്രദേശങ്ങളൊക്കെ പിന്നിട്ട് നമ്മൾ ടൗണിന്റെ സൈഡിലേക്ക് വന്നു. ഇപ്പോൾ ബേഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത പ്ലാൻ ചെയ്തിട്ട് വേണം നെക്സ്റ്റ്. അപ്പൊ അതൊക്കെ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ബിആർ ഹിൽസ് ആ ഭാഗത്തേക്കൊക്കെ പോകാനും അവിടെ ട്രൈബൽ സെറ്റിൽമെന്റ് അങ്ങനത്തെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഇനി അടുത്ത് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബേഗൂരിലാണ് ഇപ്പോൾ ഉള്ളത്. നെക്സ്റ്റ് ബിആർ ഹിൽസ് എന്നാണ്. ഇല്ലല്ല, പ്ലാൻ ചെയ്തിട്ടില്ല. ഗുണ്ടൽപേട്ട് പോകണ്ട ആദ്യം. ഗുണ്ടൽപേട്ട് ആ ഭാഗത്തല്ലേ? ബിആർ ഹിൽസ് പോകണമെങ്കിൽ ഇങ്ങനെയും പോവാം. അല്ല, ഭക്ഷണം കഴിക്കണ്ടേ ഗുണ്ടൽപേട്ട്? ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ സമയം എത്രയായി? സമയം 5 മണിയാണ്ടായി. ഇല്ല, 5 മണിയായി. സമയം 4 മണിയായി. ഭക്ഷണം കഴിച്ചില്ല. രാവിലെ 3 ദോശ അല്ലേ? 3 ദോശ. ഞാൻ 4 ദോശ, 3 ദോശ, പിന്നെ ആ നുഗു ഡാമിന്റെ അവിടുന്ന് ഒരു പിന്നെ ഫുൾ വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കടല കഴിച്ചു. 10 രൂപന്റെ കടലയും കഴിച്ചു. അപ്പം അതാണ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് ഇനിയിപ്പോ കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും കിട്ടുന്ന കഴിക്കും. എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും. അടുത്ത ബിആർ ഹിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.